നമ്മളിനി പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസാണ് കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ കോൺസ്റ്റൻറ്റ് ഫോഴ്സസ് 2i മൈനസ് 5k പ്ലസ് 6k ആൻഡ് 3 കോൺസ്റ്റൻറ്റ് ഫോഴ്സുകൾ ആക്ട് ഓൺ എ പാർട്ടിക്കിൾ ഫ്രം ദ പൊസിഷൻ വെക്റ്റർ. ഇതപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് പാർട്ട് ബിയിലും ചെയ്തതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ് വർക്ക് ഡൺ ആണ് കാണേണ്ടത്. വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്താണ്? W=F.AB. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ എഫ് എടുത്ത് എഴുതുക. ഇതിൻ്റെ അകത്ത് എഫ് ഏതാണ്? കോൺസ്റ്റൻറ്റ് ഫോഴ്സസ് 3 ഫോഴ്സ് തന്നിട്ടുണ്ട്. ഇത് 3 കൂടെ സം ചെയ്യുന്നതാണ് നമ്മുടെ ഫോഴ്സ് എഫ്. 3 കൂടെ കൂട്ടുക, ഐ കൂട്ടുക. 2 പ്ലസ് ഈ 2i മൈനസ് 1 2. അപ്പം നമുക്ക് 2 + 2 മൈനസ് 1 3i എന്ന് വരും. പ്ലസ് മൈനസ് 5 പ്ലസ് 2 മൈനസ് 3 പ്ലസ് 7 4j പ്ലസ് 6 1 7k. ഇത് നമുക്ക് 3 കൂടെ ആഡ് ചെയ്ത് കിട്ടും എഫ്. ഒരു എഫ് അല്ല 3 എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടി ഒരു എഫ് ആക്കും. ഇനി എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ മുതൽ ബി വരെ. അപ്പോൾ ഫ്രം എ ടു ബി. ഓക്കെ, ഫ്രം ദ പൊസിഷൻ വെക്റ്റർ ഇതിനെ നമ്മൾ എ ആയിട്ട് എടുക്കുന്നു. ടു ബി ഇതിനെ ബി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എ ബിയുടെ ഇക്വേഷൻ എന്താ അറിയാം? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഇങ്ങനെയാണ്. അപ്പോൾ ബി ആദ്യം എഴുതുന്നു. 6i പ്ലസ് ജെ മൈനസ് 3k മൈനസ് എഴുതുന്നതാണ് 4i മൈനസ് 3j മൈനസ് 2k. ഇത് രണ്ടും മൈനസ് ചെയ്യണം. മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. 6 മൈനസ് 4 2i j മൈനസ് 3 പ്ലസ് 4j മൈനസ് 3 മൈനസ് 2k മൈനസ് k. ഇപ്പം നമുക്ക് കിട്ടി. ഇനി F.AB. ഈ എഫിൻ്റെയും എ ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് ഡൺ. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാമല്ലോ. ആദ്യം ഇപ്പോൾ എഫിലെ 3 എടുക്കുന്നു, ഇതിലെ 2 എടുക്കുന്നു, എ ബിയിലെ 2 എടുക്കുന്നു. അപ്പോൾ 3 × 2 പ്ലസ് എഫിലെ ഐ തിങ്ക് ഇറ്റ്സ് 2 ഇത് എത്രയാണ്? എഫിലെ മൈനസ് 5 പ്ലസ് 2j 4 ആണ് ഇവിടെ. 4 എഫിലെ 4 എടുക്കുന്നു, ഇതിലെ 4 എടുക്കുന്നു, എ ബിയിലെ 4. ഇപ്പോൾ 16 പ്ലസ് ഇതിൽ 7 എടുക്കുന്നു, ഇതിൽ മൈനസ് 1 എടുക്കുന്നു. അപ്പോൾ മൈനസ് 7. ഇതെല്ലാം കൂടെ കിട്ടുന്ന 6 പ്ലസ് 16 മൈനസ് 7 നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ആയിരിക്കും F.AB. അപ്പോൾ നമ്മൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അക്കങ്ങൾ ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അത് സോൾവ് ചെയ്യാം. മെത്തേഡ് മനസ്സിലായല്ലോ. F.AB ആണ് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല. ഇനി വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് പഠിച്ചിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് A = 2i plus 3j plus 4k, b = -i plus 3j plus 2k, find the unit vector in the direction of the vector 3a plus 4b. നമ്മൾ മെട്രിക്സിൽ 3a plus 4b ചെയ്ത പോലെ ഇവിടെയും 3a plus 4b ചെയ്യാം. എങ്ങനെയാണ്? 3 × a 2i plus 3j plus 4k plus 4 × -i plus 3j plus 2k. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ 3 ഈ എല്ലാ നമ്പറിനും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 × 6i പ്ലസ് 9j പ്ലസ് 12k. ഇനി ഈ 4 എല്ലാ നമ്പറിനും ഉള്ളതാണ്. ഓക്കെ, പ്ലസ് -4i പ്ലസ് 12j പ്ലസ് 8k. ഇനി ഇതങ്ങ് ആഡ് ചെയ്താൽ മതി. ഇതല്ല 6 + 4 നമ്മൾ എന്നും ചെയ്യണ പോലെ ഇത് ആഡ് ചെയ്യുക. 6 - 4 2i പ്ലസ് 9 പ്ലസ് 12 9 പ്ലസ് 12 21j പ്ലസ് 12k പ്ലസ് 8k 20k. ഇപ്പം നമുക്ക് കിട്ടിയതാണ് 2a + 4b.
2a plus 4b എന്താ ക്വസ്റ്റ്യൻ? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. അപ്പോൾ 2a plus 4bയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, അത് നമ്മളിങ്ങനെ എഴുതും, യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2a plus 4b. നമുക്കറിയാലോ യൂണിറ്റ് വെക്റ്റർ എയുടെ ഡയറക്ഷനിലാണെങ്കിൽ a ബൈ മോഡ് എ. ഇത് ഏതിൻ്റെ ഡയറക്ഷനിലാണ്? 2a plus 4bയുടെ ഡയറക്ഷനിലായതുകൊണ്ട് 2a plus 4b ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 2a plus 4b. അപ്പോൾ എങ്ങനെ എഴുതും? മോഡുലസ് ഓഫ് 2a plus 4. എന്നിട്ട് ഈ ഫോർമുലയിൽ നമ്മൾ ഇതും കൊടുക്കുക, ഈ രണ്ടാമത്തതും കൊടുക്കുക. അപ്പോൾ മോഡുലസ് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് 2a plus 4b എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് ഈ കിട്ടിയേക്കുന്ന ആൻസറിൻ്റെ മോഡുലസ് 2 square plus 21 square plus 20 square. ഈ കിട്ടിയതിൻ്റെ ആൻസർ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഈ 2a മോഡുലസ് 2a plus 4bയുടെ സ്ഥാനത്ത് എഴുതാം. 2a plus 4b നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ മറന്നു വരുത്. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ a ബൈ മോഡ് എ ആണ്. ഏതിൻ്റെ ഡയറക്ഷനിലാണോ അത് ബൈ അതിൻ്റെ മോഡുലസ്. ഇവിടെ 2a plus 4bയുടെ ഡയറക്ഷനിലായതുകൊണ്ട് 2a plus 4b ഡിവൈഡഡ് ബൈ മോഡ് 2a plus 4b. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 2 സെക്ഷനായിട്ടാണ് ആ ക്വസ്റ്റ്യൻ. എ എന്നുള്ള യൂണിറ്റ് വെക്റ്റർ തന്നിട്ടുണ്ട്, ബി എന്നുള്ള വെക്റ്റർ തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എ ഡോട്ട് ബി. ഡയറക്റ്റ്ലി കോഎഫിഷ്യൻ്റ് എടുത്താൽ മതി. 2 into 3 പ്ലസ് 3 into -1 പ്ലസ് -1 into ഇവിടെ 1 ആണേ, -1 into 1. ഇത് ആൻസർ ചെയ്താൽ എ ഡോട്ട് ബി ആയി. എ പാർട്ടിൻ്റെ ഉത്തരം കഴിഞ്ഞു. ബിയുടെ ഉത്തരം. ഇനി മൊമെൻറ്റ്, ഫൈൻഡ് ദ മൊമെൻറ്റ്. വർക്ക് ഡൺ പോലെ തന്നെയുള്ള ഒരാളാണ് മൊമെൻറ്റ്. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പി ക്യൂ ക്രോസ് എഫ്. ഇതും കാണാതെ പഠിക്കണം ഈ ഇക്വേഷൻ. മൊമെൻറ്റ് ഈക്വൽ പി ക്യൂ ക്രോസ് എഫ്. നമ്മൾ വർക്ക് ഡൺ എന്താണ്? എഫ് ഡോട്ട് എ ബി. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോഴ്സ് എഫ് ഉണ്ടാവും. ഈ പോയിൻ്റാണ് പി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് മൊമെൻറ്റ് എബൌട്ട് പി ആണ് കണ്ടുപിടിക്കുന്നത്. സച്ച് ദാറ്റ് എഫ് പാസസ് ത്രൂ ക്യൂ. അങ്ങനെയാണ്, എഫ് പാസ് ത്രൂ ക്യൂ. ഇതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ പി എന്നുള്ള പോയിൻ്റ് എഫിൻ്റെ മുകളിൽ എഴുതുക. എഫിൽ കൂടെ ഉള്ള പോയിൻ്റാണ് ക്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പി ക്യൂ കിട്ടിയാൽ മതി. ഇനി എന്താണ് ആൻസർ? പി ക്യൂ ക്രോസ് എഫ് ആണ്. ഓക്കെ, അപ്പോൾ പി നമ്മൾ എടുത്തെഴുതണം. ഫൈൻഡ് ദ മൊമെൻറ്റ് എബൌട്ട് ദ പോയിൻ്റ്. ഈ പോയിൻ്റ് ആദ്യം കാണുന്ന പോയിൻ്റാണ് പി. ഓക്കെ, ഫോഴ്സ് ഇതാണ് റെപ്രസെൻറ്റഡ് ബൈ, ഇതാണ് എഫ്. ത്രൂ ദ പോയിൻ്റ്, ആക്ടിങ് ത്രൂ ദ പോയിൻ്റാണ് ക്യൂ. എങ്ങനെയാണ്? മൊമെൻറ്റ് എബൌട്ട് ദ പോയിൻ്റ് പി, ത്രൂ ദ പോയിൻ്റ് ക്യൂ. എഫ് പോകുന്ന ത്രൂ ദ പോയിൻ്റ്. അപ്പോൾ പി നമ്മൾ ഏതെഴുതണം? ഈ ആദ്യം കാണുന്ന പോയിൻ്റ് ഐ മൈനസ് 2j മൈനസ് കെയും, ക്യൂ നമ്മളെടുത്ത് എഴുതേണ്ടത് 2i പ്ലസ് 3j പ്ലസ് കെയും. ഇനി പി ക്യൂ ക്രോസ് കാണാൻ അറിയാലോ. പി ക്യൂ എങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി. ബാക്കി ചെയ്യണം കേട്ടോ, ഞാനതെല്ലാം പറയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പി ക്യൂ കണ്ടുപിടിക്കാം. പി വി ഓഫ് ക്യൂ മൈനസ് പി വി ഓഫ് പി. അത് കണ്ടുപിടിച്ചതിന് ശേഷം എഫ് ആയിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് പ്രൊഡക്റ്റ് മറ്റേ ഇങ്ങനെ ഐ ജെ കെ ഇട്ടിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം പി ക്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതും എഫും ക്രോസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടല്ലേ? അല്ല, 2 ക്വസ്റ്റ്യനും കഴിഞ്ഞു.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഫൈൻഡ് ദ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് ഫൈൻഡ് ദ ആംഗിൾ നമ്മൾ തൊട്ട് മുമ്പ് ബി പാർട്ട് ചെയ്തിട്ടുണ്ട്. കോസ് തീറ്റ ഈക്വൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. ഇത് നമ്മളെല്ലാം ഒന്നും കണ്ടുപിടിക്കേണ്ട. കാരണം നോക്കിയേ, മോഡ് എ 5 തന്നിട്ടുണ്ട്, മോഡ് ബി 4 തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10/5 × 4 അത്രയും ചെയ്താൽ മതി. ഇനി ഒന്ന് ഫൈനൽ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഇനി ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ വെക്റ്റർ. 2 വെക്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു, ഇത് നമ്മളിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാണ് ചെയ്യണത്. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? അപ്പോൾ യൂണിറ്റ് വെക്റ്റർ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അതിൻ്റെ ആൻസർ ഇതാണ്, എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ക്രോസ് ബി. ഇതാണ് ഫോർമുല, എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ക്രോസ് ബി. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് എ ക്രോസ് ബി ആണ്. ഐ ജെ കെ ഇട്ടിട്ട് എ ക്രോസ് ബി കാണാൻ എല്ലാവർക്കും അറിയാലോ, നമ്മൾ കണ്ടതല്ലേ. 1 1 1 1 3 -1. ഇപ്പോൾ ഒരു വെക്റ്റർ കിട്ടും. ആ വെക്റ്റർ എഴുതുക ഇവിടെ, ആ വെക്റ്റർ ഇവിടെ എഴുതുക, അതിൻ്റെ മോഡുലസ് താഴെ എഴുതുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറാണ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അടുത്ത ചോദ്യം, എ ബി സി തന്നിട്ടുണ്ട്. എ ബി സി തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്റ്റർ തന്നിരിക്കുന്നത് എ ബി സി. എ ബി സിയുടെ പൊസിഷൻ വെക്റ്ററാണ് തന്നേക്കുന്നത്. നമുക്ക് എ ബി ക്രോസ് എ സി കാണണം. എ ബി കാണാനുള്ള ഫോർമുല അറിയാലോ, പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. എ സി കാണാനും നമുക്കറിയാലോ, പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി. അല്ല എ. ഇത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്റ്റർ എയുടെ തന്നിട്ടുണ്ട്, ബിയുടെ തന്നിട്ടുണ്ട്, സിയുടെ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 ആൻസർ ചെയ്തതിന് ശേഷം എന്താ കാണേണ്ടത്? എ ബി ക്രോസ് എ സി. ഓക്കെ, ഐ ജെ കെ ഇട്ടിട്ട് എ ബി ക്രോസ് എ സി കണ്ടാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനാണ്. നമുക്ക് എ ഡോട്ട് ബി ചെയ്യാനറിയാം, എ പ്ലസ് ബി ചെയ്യാനറിയാം, എ ക്രോസ് ബി ചെയ്യാനറിയാം, എല്ലാം അറിയാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. അതാണ് എല്ലാവരും തെറ്റിക്കുന്നതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത ചോദ്യം എന്താണ്? വർക്ക് ഡൺ. വർക്ക് ഡണിൻ്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യല്ലോ. വർക്ക് ഡൺ ഈക്വൽസ് എഫ് ഡോട്ട് എ ബി. അപ്പോൾ എഫ് നമുക്കറിയാം, ഒബ്ജക്റ്റ്. ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഒബ്ജക്റ്റ് എലോങ് ദ വെക്റ്റർ ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ്. അപ്പോൾ ഇതേതാണ്? ഇതാണ് ഫോഴ്സ് എഫ്. ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി ഇതിൻ്റെ അകത്തില്ല. ശരിക്കും സാധാരണ ഫ്രം എ ടു ബി എന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി എ ബി തന്നിട്ടുണ്ട്. ഇതാണ് എ ബി. അത് നമ്മൾ മനസ്സിലാക്കണം. എയും 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എ ബി കണ്ടുപിടിക്കണം. ഒരെണ്ണേ തന്നിട്ടുള്ളെങ്കിൽ അത് വെച്ചങ്ങ് ചെയ്യാം. എ ബി ആയിട്ട് ആ പോയിന്റ് എടുത്താൽ മതി. ഓക്കെ, എഫ് ഡോട്ട് എ ബി. അപ്പോൾ കാണാനറിയാലോ, ഡോട്ട് പ്രോഡക്റ്റ് ആണ് എഫ് ഡോട്ട് എ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു. ഇത് നേരത്തെ കണ്ട അതേ ചോദ്യമാണ്. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നേരത്തെ പറഞ്ഞത് എ പ്ലസ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെ കാണും? ഐ ജെ കെ ഇട്ടിട്ട് നമ്മൾ 2 എത്രയാണ്? 2 2 1 2 2 1 6 -3 2 6 -3 2 എന്ന് എഴുതിയിട്ട് എ ക്രോസ് ബി കാണാം. അതിന് തൊട്ടടുത്ത് എ ക്രോസ് ബി കണ്ടു, അതിന് തൊട്ടടുത്ത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി പ്രൂവ് ദാറ്റ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നിങ്ങളത് മാറിപ്പോയത്. ഇത് ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിക്കണം. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എയും ബിയും പെർപെൻഡിക്കുലർ ആണ് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ നമ്മൾ എ ഡോട്ട് ബി കാണണം. എ ഡോട്ട് ബി 0 ആണെന്ന് കാണിക്കണം. നോക്കേണ്ടത് എങ്ങനെയാണ്? എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണോ? 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പം 0 ആണോന്ന് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണോ, എ ഡോട്ട് ബി 0 ആണോ എന്ന് നോക്കണം. എ ഡോട്ട് ബി എങ്ങനെ കാണും? 3 × 2 പ്ലസ് നോക്കിയേ 3 × 2 പ്ലസ് ഇവിടെ -1 അല്ലേ, -1 × 2 -1 × 2 പ്ലസ് അടുത്തത് 2 × -2 2 × -2 2 × -2. അപ്പോൾ എത്രയെന്ന് നമ്മൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് നമുക്ക് 0 വരുന്നുണ്ടോ എന്ന് നോക്കാം. 6 - 2 - 4 = 0 അല്ലേ? അതുകൊണ്ട് എയും ബിയും പെർപെൻഡിക്കുലർ ആണ്. 0 അല്ലെങ്കിൽ അത് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ 2 പെർപെൻഡിക്കുലറിൻ്റെ ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്താണ്? A × B / മോഡുലസ് A × B. എയും ബിയും പെർപെൻഡിക്കുലർ ആണോ എന്നുള്ള ചോദ്യത്തിന് എ ഡോട്ട് ബി 0 ആണോ എന്ന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ്. ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എ ഡോട്ട് ബി 0 ആണെന്ന് കാണിച്ചാൽ മതി. ഇപ്പം ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ് ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പോഴത്തെ വാല്യൂ എന്താണെന്ന്, അതായത് 0 ആകെ പി നമുക്ക് ചിലപ്പോൾ 1, 2, 3 ഈ പി കണ്ടില്ലേ, ഈ പി നമുക്ക് അറിയില്ല 1 ആണോ 2 ആണോ 3 ആണോ -1 ആണോ -2 ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഈ പി എന്താവും? അതായത് എ ഡോട്ട് ബി 0 ആണെന്ന് കാണിക്കുമ്പോഴുള്ള പി, അതായത് ഇവിടെ നോക്കിയേ പി × -1 പ്ലസ് 2 × 3 പ്ലസ് 3 × -4. ഇത് 0 ആകുമ്പോഴുള്ള പി എത്രയാണ്? -p പ്ലസ് 6 -12 = 0. -p 6 - 12 എത്രയാ? -6 = 0. അതായത് -p 6 ഇപ്പുറത്തേക്ക് പോയപ്പം 6 ആയി, -6 ഇപ്പുറത്തേക്ക് പോയപ്പോൾ 6 ആയി. -p ആണ് 6. അപ്പോൾ p എത്രയാണ്? -6. p -6 ആയാലാണ് എ ഡോട്ട് ബി 0 ആകുന്നത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ്. അടുത്ത ചോദ്യം ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ a/mod A. നമ്മൾ നേരത്തെ കണ്ടില്ലേ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലാവുമ്പോൾ a + b/mod A + b. എ പ്ലസ് ബിയുടെ ഡയറക്ഷനിൽ. അപ്പോൾ നമ്മൾ a + b കാണണം. എയും ബിയും കൂടെ കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് മോഡുലസ് A + b. ലെങ്ത്ത് നമുക്കറിയാലോ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത ലെങ്ത്ത് മോഡുലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂട്ട് ഇട്ടിട്ട് √ അങ്ങനെ സ്ക്വയർ പ്ലസ് ചെയ്തില്ലേ, അത് അങ്ങനെ കണ്ടാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇപ്പം നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ, വെറുതെ അറിയാമെന്നും പറഞ്ഞിരിക്കരുതേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൊമെൻറ്റിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞതാണല്ലോ. മൊമെൻറ്റ് ഈക്വൽസ് PQ × F. ഇതിൽ എഫ് നമ്മൾ കണ്ടുപിടിച്ചു, ആക്ടിങ് എഫ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ മൊമെൻറ്റ് എന്തൊക്കെയുണ്ട്? എബൌട്ട് ദ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. എബൌട്ട് ദ പോയിന്റ് പിയും ത്രൂ ദ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ. ഓക്കെ,
അപ്പോൾ അങ്ങനെ നമുക്ക് പി ക്യു കാണണ്ട. അപ്പോൾ എബൌട്ട് ദ പോയിന്റ് നോക്കിയേ, എബൌട്ട് ദ പോയിന്റ് പി, ഇതാണ് പി. ത്രൂ ദ പോയിന്റ്, ആക്ടിങ് ത്രൂ ദ പോയിന്റ് ക്യൂ, ഫോഴ്സ് തേന. അപ്പോൾ നമുക്ക് പി ക്യു ക്രോസ് എഫ് കാണാമല്ലോ. പി ക്യു ആദ്യം കാണണം, പൊസിഷൻ വെക്റ്റർ. പി ക്യു അറിയാലോ നിങ്ങൾക്ക്. പി ക്യു എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി. അങ്ങനെ കണ്ടാൽ പി ക്യു കിട്ടും. അതിനെ ക്രോസ് ചെയ്യുക, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡോട്ടും ക്രോസും മാറിപ്പോയതേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഇഫ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ജസ്റ്റ് എ ബി കണ്ടാൽ മതി. എ ബിയുടെ ആൻസർ നമുക്കറിയാമല്ലോ, പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. മൈനസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നന്നായിട്ട് അറിയാമല്ലോ ചെയ്യാനായിട്ട്. ഓക്കെ, ഫൈൻഡ് ദ മൊമെൻറ്റ് തേന. മൊമെൻറ്റ് ഇപ്പോൾ എത്രാമത്തെ ചോദ്യമായി നോക്കിയാൽ മൊമെൻറ്റും വർക്ക് ഡണ്ണും. പി ക്യൂ ക്രോസ് എഫ് അല്ലേ മൊമെൻറ്റ്. ഞാൻ പറഞ്ഞത് എന്താണ്, ഫ്രം ദ പോയിന്റ് എന്നുള്ളത് ഫ്രം ദ പോയിന്റ് പി ത്രൂ ദ പോയിന്റ് ക്യൂ. ഓക്കെ, ഇവിടെ നോക്കിയേ, എബൌട്ട് ദ പോയിന്റ്. അപ്പോൾ ഇതാണ് പി. കണ്ട, ഫോഴ്സ്, ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ, അപ്പോൾ ഇതാണ് എഫ്. ആക്ടിങ് ത്രൂ ദ പോയിന്റ് ഇതാണ്, ഇതാണ് ക്യൂ. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ മതി. പിന്നെ പി ക്യൂ ക്രോസ് എഫ് കണ്ടാൽ മതി. ഓക്കെ, ഫ്രം ദ പോയിന്റ് ത്രൂ ദ പോയിന്റ്. ഇനി ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എ ബൈ മോഡുലസ് എ. ഓക്കെ, എ തന്നിട്ടുണ്ട്. അടുത്തത്, ഫൈൻഡ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് 2 പോയിൻറ്റ്സ്. എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ വെക്റ്ററാണ് തന്നേക്കുന്നത്, എയും ബിയും. ഫൈൻഡ് എ ബി. എ ബി മാത്രമല്ല ലെങ്ത്തും കാണണം. എ ബി കാണാൻ നമുക്കറിയാം പൊസിഷൻ വെക്റ്റർ ഓഫ്, ഇനിയും തെറ്റിച്ച് വെക്കുന്നവരാണ് ഞാൻ ഇടി കിട്ടണത്. പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ബിയുടെ പൊസിഷൻ വെക്റ്ററിൽ നിന്ന് എയുടെ പൊസിഷൻ വെക്റ്റർ മൈനസ് ചെയ്യണം. എന്നിട്ട് ലെങ്ത് ഓഫ് എ ബി മോഡുലസ് കാണണം. അടുത്ത്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇതും യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി നമുക്കറിയാലോ. ആലോചിച്ച് നോക്കിയേ, എ ക്രോസ് ബി ബൈ, ഈ സ്മോൾ എ ആണ് കേട്ടോ, ഇവിടെ സ്മോൾ എയും സ്മോൾ ബിയും ആണ്. മോഡ് എ ക്രോസ് ബി, എ ക്രോസ് ബി ഡിവൈഡ് ബൈ മോഡ് എ ക്രോസ് ബി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ഇതെല്ലാം കഴിഞ്ഞല്ലോ. അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി എങ്ങനെ ചെയ്യുന്നു. ഫൈൻഡ് എ പ്ലസ് ബി, എ മൈനസ് ബി. അത് രണ്ട് നമുക്ക് കാണണം. എ പ്ലസ് ബിയും എ മൈനസ് ബിയും അതറിയാലോ. എന്നിട്ട് നടുക്ക് ക്രോസ്, എന്നിട്ട് അത് ക്രോസ് ചെയ്യണം. ആ പാറ്റേൺ നോക്കുക കേട്ടോ. അത് ഈസി ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. ഇത് നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച്. പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഇത് രണ്ട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ 2 × 3 പ്ലസ്, നോക്കിയേ, 2 × 3 പ്ലസ് -5 ഇവിടെ 1 അല്ലേ, 1j -5 × 1 പ്ലസ് 3 × p. 0 ആയാലാണ് പെർപെൻഡിക്കുലർ ആവുക. ബാക്കി എല്ലാം ചെയ്തിട്ട് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പൊസിഷൻ വെക്റ്റർ ഓഫ് എ ബി സി തന്നിട്ടുണ്ട്. എ ബി സി, എ ബി കാണണം, ബി സി കാണണം, എ സി കാണണം. ഇതെല്ലാവർക്കും അറിയാം. ഇത് തെറ്റിച്ച് വെക്കരുതേ, ഈസി ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് ഈ രണ്ട് വെക്റ്ററും പെർപെൻഡിക്കുലർ ആണ്. അപ്പം 2-3 കാര്യങ്ങൾ പഠിച്ചു. 2 വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് വേണ്ടത്? എ ഡോട്ട് പി 0 ആണോ എന്ന് നോക്കണം. പെർപെൻഡിക്കുലർ ആണ്. പ്രൂവ് ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് നേരത്തെ തിരിച്ച് പെർപെൻഡിക്കുലർ ആവാൻ പാകത്തിനുള്ള പി 0 ആകുമ്പോഴുള്ള പിയുടെ വാല്യൂ.
ഈ ക്വസ്റ്റ്യൻ 0 ആണോ, 2 ചോദ്യവും മാറിപ്പോരുത്, എടുത്തെടുത്ത് നോക്കി നോക്കി പഠിച്ചോളണം. ഇനി പ്രൊഡക്റ്റ് ഓഫ് ദ ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ അറിയാലോ, ഈ 2 വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ജസ്റ്റ് എ ഡോട്ട് ബി കണ്ടാൽ മതി. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ, മൊമെൻറ്റ് എബൌട്ട് ദ പോയിൻറ്റ്. അപ്പോൾ എബൌട്ട് ദ പോയിൻറ്റ് ബി, നമ്മൾ ഒരു പോയിൻ്റ് വെച്ച് അങ്ങ് പഠിക്കുക, പി വെച്ച് അങ്ങോട്ട് പഠിച്ചാൽ മതി. എബൌട്ട് ദ പോയിൻറ്റ് പി പഠിക്കുക. എബൌട്ട് ദ പോയിൻറ്റ് ബി ഹൂസ് പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ആണ് ഇവിടുത്തെ ബി. ത്രൂ ദ പോയിൻ്റ് ക്യൂ, ത്രൂ ദ പോയിൻ്റ് ഏതാണ്, ക്യൂ. അപ്പോൾ ഫൈൻഡ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ്, ഫൈൻഡ് ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. പാസ് ത്രൂ ദ പോയിൻ്റ്, ഇതാണ് ആ ത്രൂ ദ പോയിൻ്റ്, ഇതാണ് നമ്മുടെ ക്യൂ. എന്നിട്ട് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ, മൊമെൻറ്റ് ഈക്വൽ പി ക്യൂ ക്രോസ് എഫ്. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. ഇനി നോക്കിയേ, ഫൈൻഡ് ദ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എപ്പോഴും നമ്മൾ എഴുതാണല്ലോ, എ ബൈ മോഡുലസ് എ. ഇവിടെ എ പ്ലസ് ബി ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ പ്ലസ് ബി, ഇങ്ങനെ എഴുതേണ്ടി വരും. എന്നിട്ട് എ പ്ലസ് ബി കാണാം, മോഡ് എ പ്ലസ് ബി കാണാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. അപ്പോൾ എ പ്ലസ് ബി കാണണം, ഡോട്ട് എ മൈനസ് ബി. ഇതിൻ്റെ എല്ലാ ആൻസർ നമ്മൾ എഴുതി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെയ്ത് നോക്കി ചെയ്താൽ മതിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി, ഇത് നമ്മൾ കണ്ടതല്ലേ ഈ ക്വസ്റ്റ്യൻ, നമുക്കറിയാം. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇതെല്ലാം നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ആവും ഇതെല്ലാം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ.